ഈ ചൂടിന് നമുക്ക് എത്ര വെള്ളങ്ങൾ കിട്ടിയാലും മതിയാവില്ല അല്ലേ? വെള്ളം ആയിക്കോട്ടെ ജ്യൂസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സർബത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതാ സബ്ജ സീഡ് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സബ്ജ സീഡ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലാക്ക് കസ്കസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിതാ ഒരു ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലി ഒന്ന് കളയാം. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ഹോളുള്ള ഗ്രേറ്ററിലൂടെ വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആപ്പിൾ പെട്ടെന്ന് തന്നെ കളർ മാറും. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജാറിലേക്കോ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഒരു കസ്കസ് ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മധുരത്തിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നോർത്ത് ഇന്ത്യൻ ഒരു വിഭവമാണിത്, നോർത്ത് ഇന്ത്യൻ ഡ്രിങ്കാണിത്. അപ്പോൾ അവിടെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് നല്ല കട്ടിയിലുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡിയായി. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തണുപ്പോട് കൂടിയിട്ട് തന്നെ കുടിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നഫ്രത് കാ സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്